ഇന്ന് ടിഫിന് കൊടുത്തു വിടാനായിട്ട് ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറൂടെ ചേർത്തിട്ട് ഞാൻ ഏലക്കയാണ് പൊടിച്ച് ചേർത്തത്. നിങ്ങളുടെ ഈ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് ഞാൻ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മധുരത്തിനാവശ്യമായ പഞ്ചസാരയും. ഇതിന് പാലിൻ്റെ ഒന്നും ഒരു കണക്കില്ല. ഞാനാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ആ ബാറ്റർ നമുക്ക് ഒരു ഇച്ചിരി ലൂസ് ഒരു പരുവത്തിൽ ഇഡലി മാവിൻ്റെ പരുവത്തിൽ കിട്ടണം. അതനുസരിച്ച് നമുക്ക് പാലിൻ്റെ ഒക്കെ അളവിൽ വ്യത്യാസം വരുത്താം. ഒരു കുറച്ച് ഓയിലൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ 2 മുട്ടയും ഒരു 1/4 കപ്പ് പാലുമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ബാറ്റർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇഡലിത്തട്ടിൻ്റെ പാത്രത്തിൽ എണ്ണ ഇങ്ങനെ തൂവിയതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇഡലി പുഴുങ്ങിയെടുക്കുന്നത് പോലൊരു 10 മിനിറ്റ് നമുക്കൊന്നതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ നോക്കണേ ഇതൊന്ന് കുത്തി നോക്കിയോണേ അതങ്ങനെ വെന്തിട്ടില്ല. ഒരു ഇച്ചിരി ലിക്വിഡ് പോലുണ്ട്. ഞാൻ ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കിന് ഒന്നുകൂടെ ഞാൻ കുത്തി നോക്കിയോണേ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് ഇളകി വരും നമ്മൾ എണ്ണയൊക്കെ തേച്ചത് കൊണ്ട്. അപ്പം നമ്മുടെ വെറൈറ്റി ടിഫിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ വരും. അപ്പോൾ അത് ഞാൻ അവന് ടിഫിനിലാക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാം. അപ്പോൾ ചായയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ എനിക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ടൊമാറ്റോയും കൊണ്ടുള്ള ഒരു കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ കുടിക്കാൻ വെള്ളം ഇച്ചിരി പൊടിയൊക്കെ ഇട്ട് നല്ല രാമച്ചത്തിൻ്റെ മണമുള്ള പൊടിയാണ്. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വാടി വന്ന സവാളയിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നീളത്തിലരിഞ്ഞ ടൊമാറ്റോയോട് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് വഴറ്റിയെടുക്കും. ഇത് ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാക്കുന്നേ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് ഭയങ്കര ഇഷ്ടമാണ്. മീനൊന്നും ഇല്ലെങ്കിൽ ഇത് മതി. ഇത് കൂട്ടി മാത്രം നമുക്ക് ചോറുണ്ണാം. ലാസ്റ്റ് ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ പയറൊക്കെ ഒന്ന് അരിഞ്ഞായിരുന്നു. ആ പയർ അരിഞ്ഞ് അതിലേക്ക് സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി കൈ കൊണ്ട് ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കേണ്ട. ഞാൻ എൻ്റെ കൈ കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. ആദ്യം ഇച്ചിരി ആവി അതിൽ നിന്ന് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ തോരനും റെഡിയാവും. അപ്പം മീൻ വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.